ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് ഇസ്രയേലാണോ ശരി, ഇറാനാണോ ശരി എന്നുള്ളതാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് ഇസ്രയേലും ശരിയല്ല, ഇറാനും ശരിയല്ല. ഇത് ആദ്യ നിഗമനം. ശരി തെറ്റുകളെ തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് സെക്യൂരിറ്റി കൺസേൺസ് ആണ്. ഇപ്പം ഇസ്രയേൽ സ്വന്തം സുരക്ഷ കാണുന്നത് പോലെയല്ല ഇറാൻ തങ്ങളുടെ സുരക്ഷ കാണുന്നത്. ഈ രണ്ടിനും, ഇറാന് പ്രത്യേകിച്ചും, ഒരു സിവിലൈസേഷണൽ ഡയമെൻഷൻ കൂടിയുണ്ട്. അതായത് ഇസ്രയേലിനെ ഫിനിഷ് ചെയ്യുക, എന്ത് വില കൊടുത്തും ജൂതരാഷ്ട്രത്തെ ഡെത്ത് ടു ഇസ്രയേൽ എന്നല്ലേ പറയുക. അപ്പം അതിനുവേണ്ടി ആണോ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത്? ന്യായമായി ഉണ്ടാകാവുന്ന ചോദ്യമാണ്. പക്ഷെ തെളിയിക്കത്തക്ക ഒന്നും തന്നെ ഇല്ല. ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് ആണവായുധ നിർമ്മാണത്തിനാണ് എന്ന് കൃത്യമായി തെളിയിക്കാൻ ഒന്നും തന്നെ IAEA നിരീക്ഷണത്തിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇറാൻ IAEA നിരീക്ഷണത്തോട് പൂർണ്ണമായി യോജിച്ചു പോകുന്നില്ല, അവസരം കൊടുക്കുന്നില്ല എന്ന പരിഭവവും അവർ പറയുന്നു. അപ്പം സത്യം ഇതിനിടയ്ക്ക് എവിടെയോ ആണ്. ആണവായുധ നിർമ്മാണത്തിനല്ല എങ്കിൽ എന്തിനു വേണ്ടി ഇസ്രയേൽ ആണവ സമ്പുഷ്ടീകരണം നടത്തണം? വൈദ്യുതി ഉത്പാദനമാണ് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഒക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ല. കാരണം ആവശ്യത്തിലധികം ക്രൂഡ് ഓയിലുള്ള ഹൈഡ്രോ കാർബൺ നിക്ഷേപമുള്ള ഒരു രാജ്യത്തിന് ഊർജ്ജ ഉത്പാദനം വളരെ എളുപ്പമാണ്. കാരണം ഈ തെർമൽ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ മതിയാകും. ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഡിറ്ററൻറ്റ് പ്രതിരോധം എന്ന നിലയിലാകാം ഇറാൻ അതിനെ കാണുന്നത്. പക്ഷേ ഇറാൻ അത് സമ്മതിക്കുന്നില്ല. ഇസ്രയേൽ പക്ഷേ അങ്ങനെയല്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവർ സ്വയം ശ്രമിച്ചില്ല എങ്കിൽ മറ്റാര് ശ്രമിക്കും? വലിയേട്ടനായി അമേരിക്കയൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കയുടേതായ കമ്പൽഷൻസ് ഉണ്ട്. ആത്യന്തികമായി അമേരിക്ക ഇസ്രയേലിന് സഹായത്തിനെത്തും എന്ന് നമുക്കെല്ലാം അറിയാം. ദാറ്റ്സ് എ തംബ് റൂൾ. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു 8-9 ദിവസം കഴിയുന്നു യുദ്ധം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ പോരാട്ടം ആരംഭിച്ചിട്ട് ഒരു ആഴ്ച കഴിയുന്നു. അപ്പോൾ ഇരുപക്ഷത്തും കാര്യമായ ഡാമേജ് ഉണ്ടാകുന്നു. അപ്പോൾ ആരാണ് ശരി? ശരി എന്ന് പറഞ്ഞാൽ ഒരു ആക്രമണം തുടങ്ങുകയും ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ന്യായമാണെന്ന് ലോകത്തിന് തോന്നുകയും ചെയ്യുമ്പോൾ അതിലൊരു ശരിയുണ്ട്, അതിലൊരു നീതിശാസ്ത്രമുണ്ട്. ഇല്ലായെങ്കിൽ യഥാർത്ഥത്തിൽ എന്തോ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തി എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി മുൻകൂട്ടി എത്ര ലൈഫ്സാണ്, 600-ൽ പരം ജീവനുകൾ ഇറാനിൽ പൊലിഞ്ഞു എന്നാണ് ഔപചാരിക കണക്ക്. ഇസ്രയേൽ 40-ൽ പരം ജീവനാണ്. പക്ഷേ ഇതിനേക്കാളും ഏറെയാകാനാണ് സാധ്യത. കാരണം മാധ്യമങ്ങൾക്ക് ഇസ്രയേലിൻ്റെ മണ്ണിൽ പൂർണ്ണമായി പ്രവേശിച്ച് കാര്യങ്ങൾ അസസ് ചെയ്യാൻ സാധിക്കില്ല. ഇറാൻ്റെ ഔപചാരിക മെഷീനറി നൽകുന്ന വിവരങ്ങളല്ലാതെ ഇറാനുള്ളിൽ നടക്കുന്നത് എന്ത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്താനുമാവില്ല. അതുകൊണ്ട് അർത്ഥസത്യങ്ങളും പച്ചക്കള്ളങ്ങളും മാത്രമാണ് പുറമെ വെളിയിൽ കാണുന്നത്. അതുകൊണ്ടാണ് ശരികൾ എവിടെയെന്നാണ് ചോദ്യമെങ്കിൽ ഇവിടെ ശരികളില്ല. ഒരു ശരിയുണ്ട്, അത് സമാധാനം, ഗിവ് ഡിപ്ലോമസി എ ചാൻസ്. ഇത് മാത്രമാണ് ശരി. പിന്നെ വലിയൊരു ശരികേടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഇസ്രയേൽ പക്ഷത്തും ഇറാൻ പക്ഷത്തും നിരന്ന് സൈബർ പോരാളികളായി നിൽക്കുമ്പോൾ പച്ച ജീവനുകളാണ് രണ്ടിടത്തും പൊലിയുന്നത്. ഓർക്കൂ, ഇത് ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് എന്ന കളിയല്ല, അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് എന്നുള്ള IPL മാച്ച് അല്ല പക്ഷം ചേർന്ന് കളി കാണാൻ. തീർച്ചയായും അതിന് അങ്ങനെ കാണുന്ന ഒരു മനോഭാവം നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. മെറിറ്റ് ദ ഇഷ്യൂ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇസ്രയേൽ പറയുന്നതിൽ ന്യായമുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കാൻ അവകാശമുണ്ട്. ജൂതരാജ്യമാണ്, ഒരുപക്ഷെ ബലപ്രയോഗത്തിലൂടെയും ഡിപ്ലോമസിയിലൂടെയും ഒക്കെ വന്ന രാജ്യമാണ്. പലസ്തീനിയൻസിന് നിലനിൽക്കാൻ അവകാശമുണ്ട്. അവർക്ക് അവരുടെ അർഹമായ വിഹിതം കൊടുക്കണം, ആ വിഷയം അവസാനിപ്പിക്കണം. അതുപോലെ ഇറാന് നിലനിൽക്കാൻ അവകാശമുണ്ട്, ഇറാന് സ്വയരക്ഷയ്ക്ക് അവകാശമുണ്ട്. അതിനർത്ഥം ഇസ്രയേലിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ് സ്വയരക്ഷ ഉറപ്പുവരുത്തേണ്ടത് എന്നർത്ഥമില്ല, തിരിച്ചു മറിച്ചും. അതുകൊണ്ടാണ് പറയുന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, എക്സിസ്റ്റ് ആൻഡ് കോ എക്സിസ്റ്റ്. ഈ പാരഡൈമിലേക്ക് ലോകം മാറി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. അത് മാത്രമല്ല, വൈദേശിക ശക്തികൾ, അമേരിക്കയാകട്ടെ, റഷ്യയാകട്ടെ, ചൈനയാകട്ടെ, ആ പ്രദേശത്ത് ഇടപെടാനുള്ള സാഹചര്യം ഒരുക്കാതെ നോക്കേണ്ടത് ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ആവശ്യമാണ്. ശാക്തിക പോരാട്ടങ്ങളുടെ തിയേറ്ററായി ഇത് മാറുന്നത് വീണ്ടും ഒരു ശീതയുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിച്ചാൽ അതിലൊരു വലിയ ശരികേടുണ്ട്. ലോകം പുരോഗമിക്കുകയാണ്, ശീതയുദ്ധം മാറി.
അതിനുശേഷം ഒരു യൂണിപോളാർ വേൾഡ് വന്നു. ഇപ്പോൾ ഇത് മൾട്ടിപോളാർ ബഹുധ്രുവ ലോകമാണ്. ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ആവിഷ്കാരം നടത്താനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ലോകം ചേരി തിരിഞ്ഞുകൊണ്ട് ഇറാൻ അനുകൂലം, ഇസ്രായേൽ അനുകൂലം എന്ന രീതിയിൽ നിൽക്കുന്നതിലും ഒരു ശരികേടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇറാനും ഇപ്പോൾ ഒരു പിടിവാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇസ്രായേൽ വേണമെങ്കിൽ ഇത് പിൻവലിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇറാൻ എടുത്ത ഒരു നിലപാടുണ്ട്. അതിൽ ഒരു നിലപാട്, ആക്രമണം ഇസ്രായേലാണ്, ഈ റൗണ്ടിലെ ആക്രമണം ഇസ്രായേലാണ്. ആദ്യ ആക്രമണം ഇസ്രായേലാണെന്ന് പറയാനാവില്ല. ഇതൊരു തുടർച്ചയാണെങ്കിൽ ഈ ഒക്ടോബർ 7 തുടർച്ചയാണ് സംഭവിച്ചത് എങ്കിൽ 2 റൗണ്ട് ഇല്ലേ, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നതിൻ്റെ 3ാം ഖണ്ഡമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 തവണ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അത് 2024 ഏപ്രിലും സെപ്റ്റംബറിലുമാണ്. അത് മറക്കാനാവില്ല. അതുകൊണ്ട് 3ാം റൗണ്ട് ട്രൂ പ്രോമിസ് നടത്തുന്നു. അപ്പം ഇറാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേലാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. അതൊരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തുകൊണ്ട് ഇസ്രായേലിനെ അപലപിക്കണം. ഇസ്രായേലിനെ ആക്രമണം നിർത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് വരൂ. അത് ന്യായമാണ്. ഒരു ആക്രമണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ലല്ലോ. യുദ്ധവും സമാധാനവും കൂടെ സമാന്തരമായി പോവില്ലല്ലോ. അപ്പോൾ ഒരു വെടിനിർത്തൽ അവിടെ ആവശ്യമാണ്. അതാരാണ് വെടിനിർത്തേണ്ടത്? ഇറാനും ഇസ്രായേലും പരസ്പരം ആരാവും ആദ്യം വെടിനിർത്തുന്നത്? അതേക്കുറിച്ച് വലിയ തർക്കമാണ്. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നതും 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഇടപെടില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞു വെച്ചതും ഈ പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കണം. അമേരിക്ക ഈസ് ബൈയിങ് ടൈം. പക്ഷേ അവരൊരു ലോകത്തെ ഒരു മുൾമലയിൽ കൊണ്ട് നിർത്തി അവരൊരു ഒരുക്കം നടത്തിയതല്ലേ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റെജീം ചേഞ്ച് എന്ന് പറയുന്നത് പൂച്ചയുടെ കയ്യിൽ എലിയെ കിട്ടുന്നത് പോലെയാണ് പല രാജ്യങ്ങളും. സമയാസമയങ്ങളിൽ അവർക്ക് അനഭിമതം അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നുന്ന കേണൽ ഗദ്ദാഫി ലിബിയൻ നേതാവ്, അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ ഇറാഖി നേതാവ്, അതുമല്ലെങ്കിൽ ഹോസ്നി മുബാറക് ഈജിപ്ഷ്യൻ നേതാവ്, അതുമല്ലെങ്കിൽ യുഗോസ്ലാവിലെ ഭരണകൂടം, അതുമല്ലെങ്കിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ അട്ടിമറിക്കാൻ, അതാണ് റെജീം ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ഒരു റെജീം ചേഞ്ച് അയത്തുള്ള അലി ഖൊമേനിയെ അട്ടിമറിക്കാൻ അമേരിക്ക വിചാരിച്ചാൽ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അത് സമാനമായ ഒരു കാര്യമല്ല ഇറാനിൽ. ഇറാൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫേംലി എൻട്രഞ്ച്ഡ് ആണ്. ഇറാൻ മതരാഷ്ട്രമാണ്. അവിടെ അടിച്ചമർത്തലുകളുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പാരതന്ത്ര്യം നേരിടുന്നു. ശരിയാണ്. പക്ഷേ അവിടുത്തെ സിസ്റ്റം ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ്. അത് അമേരിക്ക വിചാരിച്ചാൽ പുറത്തു നിന്നുള്ള ഒരു ഏറിയൽ ആക്രമണത്തിലൂടെ, ആണവ നിലയങ്ങൾ ബോംബ് ചെയ്യുന്നതിലൂടെ മാത്രം റെജീം ചേഞ്ച് നടത്താം എന്ന നിഗമനം സൗണ്ടല്ല, ടെനബിൾ അല്ല. കാരണം കരയുദ്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാനാവൂ. അങ്ങനെ മാത്രമേ ആത്യന്തികമായ ഭരണമാറ്റം ഉണ്ടാക്കാനാവൂ. അല്ല എങ്കിൽ ഇതിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകണം. ഉദാഹരണത്തിന് ഇറാനിയൻ IRGC, അതിനുള്ളിൽ ഡിവിഷനുകൾ ഉണ്ടാക്കണം, അതിനുള്ളിൽ സ്വെല്ലിംഗ് ഓഫ് ഡിസെൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും റേഡിയോ ടെലിവിഷൻ നിലയങ്ങളിലൂടെ അത് ഇറാനിയൻ ജനതയും ലോകത്തെയും അറിയിക്കുകയും ചെയ്താൽ ഒരു റെജീം ചേഞ്ച് അകത്തുനിന്നുണ്ടാകാം. ഒരു റെജീം കൊളാപ്സ് സാധിക്കുകയും റെജീം ചേഞ്ച് സംഭവിക്കുകയും അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ നടന്നാൽ മാത്രമേ ഇസ്രായേലിൻ്റെ ആക്രമണം ഫലപ്രാപ്തിയിലെത്തൂ. അല്ല എങ്കിൽ പകുതി വഴി ഉപേക്ഷിച്ച യുദ്ധം എന്ന പേരുദോഷം കേൾക്കേണ്ടി വരും. ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറാനും പിന്നോട്ട് പോകേണ്ടി വരും. ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഭാഗികമായിട്ടെങ്കിലും ഞങ്ങൾ ഇന്ന ലിമിറ്റ് വരെ മാത്രമേ സമ്പുഷ്ടീകരണം ചെയ്യൂ. ഇപ്പോൾ 60% കപ്പാസിറ്റി നിൽക്കുന്നു, ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോവില്ല എന്ന് വ്യക്തമായ ഉറപ്പ് കൊടുക്കണം, എഴുതി കൊടുക്കണം, കരാറാക്കണം. ഭാവിയിൽ ശക്തമായ കൂടുതൽ കർശനമായ നിരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടണം. ഇതൊക്കെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പൂർണ്ണമായി ഇറാൻ പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇറാൻ അംഗീകരിക്കില്ല. ഇറാൻ്റെ പക്ഷത്തേക്ക് ചൈനയും റഷ്യയും വരുന്നു എന്ന് കരുതുക. സൈനികമായിട്ടല്ല എങ്കിൽ പോലും നയതന്ത്രപരമായി വലിയ സംഘർഷമാണ് വരാൻ പോകുന്നത്. വലിയ സമ്മർദ്ദമാണ് അമേരിക്ക അപ്പോൾ അനുഭവിക്കുന്നത്. ലോകമഹായുദ്ധത്തിലേക്ക് നീളുന്ന ഒരു അന്തരീക്ഷം. ഈ വിഷയത്തിൽ ലോകമഹായുദ്ധം സംഭവിക്കുന്നതിന് അമേരിക്ക കൂട്ടുനിൽക്കുമോ? അത് അമേരിക്കയുടെ ദേശീയ താല്പര്യത്തിന് ചേരുന്നതാണോ? മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ട്രംപ് പറയുകയും അതിനർത്ഥം എന്താ? അമേരിക്ക വിദേശങ്ങളിലെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൊണ്ടുവരിക, നമ്മുടേതല്ലാത്ത യുദ്ധത്തിന് നമ്മൾ പണം ചെലവാക്കാതിരിക്കുക. അതാണ് മാഗാ ക്യാമ്പ് എന്ന് പറയുന്നത്. മാഗാ ക്യാമ്പിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ട്രംപിന് നീങ്ങാനാവുമോ? ട്രംപിന് ഇപ്പോൾ ലഭിക്കുന്ന ജനപിന്തുണ അവിടെ ഉണ്ടാകുമോ? ട്രംപിനെ തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള സാഹചര്യം അമേരിക്കയിൽ ഒരുങ്ങുമോ? അത് മാത്രമല്ല, ഇനിയും സെനറ്റ് ഇലക്ഷൻ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്ഷൻ വരുമ്പോൾ പ്രസിഡന്റിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു മേൽക്കൈ നഷ്ടപ്പെടുമോ?
സെനറ്റേഴ്സ് തിരിഞ്ഞു നിന്നാൽ തീർന്നില്ലേ? റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ലെയിം ഡക്കായി മാറുകയും ചെയ്താൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടും. ഇതൊന്നും ട്രംപും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും തല ഊരണം എന്ന ചിന്ത അമേരിക്കയ്ക്ക് വന്നു തുടങ്ങി. അതേസമയം ഇസ്രയേലിനെ ഡിഫെൻഡ് ചെയ്തേ മതിയാകൂ, സയനിസ്റ്റ് ജൂതരാഷ്ട്രം നിലനിന്നേ മതിയാകൂ എന്ന അമേരിക്കയുടെ തീരുമാനം. അതും നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ സ്വല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇറാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് പാശ്ചാത്യ ചേരി ആഗ്രഹിക്കുന്നത്, അമേരിക്ക ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ എന്നത് നോക്കിയാണ്. പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെ ശക്തമായ പ്രസ്താവനകളിലൂടെ വരുമ്പോൾ ഇപ്പോൾ താഴണ്ട എന്നാണ് ഇറാന്റെ നിലപാടെങ്കിൽ ആവനാഴിയിൽ ഇനി അധികം അസ്ത്രങ്ങൾ ശേഷിക്കാത്ത രീതിയിൽ ഇരുകൂട്ടരും പ്രത്യാക്രമണം നടത്തുകയും മറ്റു രാജ്യങ്ങൾ ഇറാന്റെയും ഇസ്രയേലിന്റെയും ആവനാഴികൾ നിറയ്ക്കേണ്ടി വരികയും ചെയ്യും. ആ അവസരം അതൊന്നും അത്ര ആരോഗ്യപരമായ ഒരു സ്ഥിതിവിശേഷമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.